ഹലോ ആൻഡ് വെൽക്കം ടു അനന്ത IAS അക്കാഡമി. ഡിസംബർ 18 2025 ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് നമുക്ക് കിടക്കാം. എന്നത്തേൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് അനന്ത ക്രോണിക്കിളാണ്. അനന്ത ക്രോണിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ്, അതിൻ്റെ പ്രിലിംസിനുള്ള ഇമ്പോർട്ടൻസ്, അതിൻ്റെ മെയിൻസിനുള്ള ഇമ്പോർട്ടൻസ് എല്ലാം സെപ്പറേറ്റ്ലി ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ്ലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാഗസിൻ, ഡെയിലി ന്യൂസ് പേപ്പർ മാഗസിൻ ആണ് അനന്ത ക്രോണിക്കിൾ എന്ന് പറയുന്നത്. ഈ പെർട്ടിക്കുലർ മാഗസിൻ ഏകദേശം 25 പേജോളമാണ് വരിക. ഒരു ദിവസത്തെ മാഗസിൻ എന്ന് പറയുന്നത് ഏകദേശം 25 പേജാണ്. ഈ മാഗസിനെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ ന്യൂസ് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താണ് ആ ജസ്റ്റ് ന്യൂസിന്റെ എന്താണ് ആ ന്യൂസ് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ന്യൂസിനും ഒരു ബാക്ക് ബോൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്പൈൻ ഉണ്ടാവും. ആ സ്പൈനാണ് എന്ത് നമുക്ക് UPSCക്ക് ആവശ്യമായിട്ടുള്ളത്, റൈറ്റ്? അപ്പോൾ ആ സ്പൈനെ മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും ഒരു UPSC ആസ്പിറന്റ് ന്യൂസ് വായിച്ച് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തു അല്ലെങ്കിൽ കോംപ്രിഹെൻഡ് ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. സോ ആ ഒരു ഫിലോസഫിയിലാണ് നമ്മൾ അനന്ത ക്രോണിക്കിൾ എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ഓൺ ടീം, ഏറ്റവും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീമാണ് അനന്ത കണ്ടന്റ് ടീം. അവര് ഏറ്റവും എക്സ്ക്ലൂസീവ്ലി അനന്ത ഓഡിയൻസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കറണ്ട് അഫെയർ മാഗസീൻ ആണ് അനന്ത ക്രോണിക്കിൾ എന്ന് പറയുന്നത്. എവറി ഡേ, ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ നമ്മളുടെ ഈ കറണ്ട് അഫെയർ മാഗസീൻ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ഈ പറഞ്ഞിട്ടുള്ള ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ടെലഗ്രാം ചാനലിൽ കയറി നിങ്ങളത് ഈ എല്ലാ ദിവസവും ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളുടെ പ്രിപ്പറേഷൻ കോംപ്രിഹെൻഡ് ആവണമെങ്കിൽ, കോംപ്രിഹെൻസീവ്ലി പ്രിപ്പറേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ആയിരിക്കണം. ആ കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ നിങ്ങൾക്ക് എന്തിലൂടെ സാധ്യമാകും? അനന്ത ക്രോണിക്കിളിലൂടെ സാധ്യമാകും. ഓക്കെ, സോ നമുക്ക് ഇന്ന് നോക്കേണ്ടത് ഏകദേശം 6 ന്യൂസസ് ആണ്. 6 ന്യൂസിന്റെ ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ദ ചേഞ്ചിങ് പാറ്റേൺ ഓഫ് ഇന്ത്യാസ് സ്റ്റുഡന്റ് മൈഗ്രേഷൻ. നമ്മൾക്കറിയാം, നമ്മളുടെ കുട്ടികളെല്ലാവരും മൈഗ്രേഷൻ, അതായത് നമ്മളുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മളുടെ ഫാമിലിയിലുള്ള നമ്മളുടെ സിബ്ലിങ്സ്, ഇൻക്ലൂഡിങ് നമ്മളിൽ പലരും ഇപ്പോൾ എന്താണ് എബ്രോഡ് പഠിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. രണ്ടാമതായിട്ട് ഒരു കോൺട്രവേഴ്സ്യൽ, അതായത് പുതിയതായിട്ട് ഇപ്പൊ നമ്മൾക്കറിയാം ലോക്സഭ സെഷനിലാണ്. ആ സെഷനിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയ ഓവർസീസ് ബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള ന്യൂസ് ആണ്. ദാറ്റ് ഈസ് ഓവർസീസ് ബിൽസ് ബിട്രേസ് മൈഗ്രന്റ് ലേബേഴ്സ് മൈഗ്രേഷൻ. Third news, Lok Sabha passes nuclear energy bill allowing privatization. And fourth news, Vaishnav saw anti-collision system installed on 2000 km of rail network. Fifth news എന്ന് പറയുന്നത് possible discovery of dark matter, okay, that is sparking debate among experts. Then last news എന്ന് പറയുന്നത് how is the Aravalli range to be protected. ഓക്കെ, നമ്മൾക്കൊരു കമന്റ് കിട്ടിയിരുന്നു, നമ്മൾ ഒരുപാട് ഇലോബറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ആ ഇലോബറേഷൻ കമന്റിന്, ആ ഒരു പ്രശ്നത്തിന് നമുക്കൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് വാട്ട് ഈസ് നീഡഡ് ഫോർ ദി എക്സാം എന്നുള്ള രീതിയിലായിരിക്കും ഇനി മുതൽ നിങ്ങളുടെ ന്യൂസ് അനാലിസിസ് നടത്തുന്നത്. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ദ ചേഞ്ചിങ് പാറ്റേൺസ് ഓഫ് ഇന്ത്യ സ്റ്റുഡന്റ് മൈഗ്രേഷൻ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കുറച്ച് മെയിൻസ് റിലേറ്റഡ് ഡേറ്റാസ്, അല്ലെങ്കിൽ നമുക്ക് മെയിൻസിന് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും വന്നാൽ നമുക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഓവർ 13.2 lakh Indian students enrolled across 70 plus countries by 2023. Okay, rising steadily thereafter. Okay, India ranks among the top global centers of international students. In ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ വേൾഡിൽ പല പല യൂണിവേഴ്സിറ്റീസിലേക്ക് സെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഇന്ത്യൻ വംശജരായിട്ടുള്ള കുട്ടികളാണ്. ഓക്കെ, ദെൻ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഈസ് കോൺസെൻട്രേഷൻ ഓൺ OECD കൺട്രീസ്. OECD കൺട്രീസിലേക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് കുട്ടികൾ പോകുന്നത്. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് കാനഡ ടുഗെദർ ഹോസ്റ്റ് അറൌണ്ട് 2/5 ഓഫ് സ്റ്റുഡൻസ്, ഇന്ത്യൻ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ 2/5 എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? USA-യും കാനഡയുമാണ്. ഓക്കെ, അതർ മേജർ ഡെസ്റ്റിനേഷൻസ് ഇൻക്ലൂഡ് യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ ആൻഡ് ജർമ്മനി. നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ബിഫോർ 1947 നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിഖ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ എന്താണ് ഒരുപാട് പേര്
USA അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റിൽ ആയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഖാദർ മൂവ്മെന്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇന്ത്യൻ ഡയസ്പോറ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഫ്രീഡം സ്ട്രഗിളിൽ വരുന്ന കാര്യങ്ങളാണ്. അതും നമുക്ക് ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർത്ത് തന്നെ വെക്കണം. ഓക്കെ, ദെൻ സ്റ്റുഡൻസ് റെക്കഗ്നൈസ്ഡ് ആർ എ കോർ ഡയസ്പോറ കാറ്റഗറി ബൈ പാർലമെന്ററി അസസ്മെന്റ്സ് ഇൻഡിക്കേറ്റിംഗ് ദെയർ ഗ്രോയിങ് ഡെമോഗ്രഫിക് ആൻഡ് എക്കണോമിക് സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഷിഫ്റ്റ്, ട്രെൻഡിലുള്ള ഷിഫ്റ്റ് എന്താണ്? നമ്മൾ പണ്ട് നോക്കുമ്പോൾ നമ്മളുടെ ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വലിയ വലിയ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അവരൊക്കെ ഫോറിൻ എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് എഡ്യൂക്കേറ്റഡ് ആണ്. ഫോറിൻ എഡ്യൂക്കേറ്റഡ് ഓർ സ്പെസിഫിക്കലി ബ്രിട്ടീഷ് എഡ്യൂക്കേറ്റഡ് ആണ് മോസ്റ്റ് ഓഫ് ദം, റൈറ്റ്? അപ്പോൾ അതെന്തായിരുന്നു? ഒരു എലീറ്റ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് അഫോർഡബിൾ ആയിരുന്നത്. അതിൽ നിന്നും ഇപ്പൊ എന്താണ്, ഒരു മാസ് അഫോർഡബിലിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള ആളുകളും അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഫ്രണ്ട്സും ഒക്കെ പോകാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ പലരും ലോണും സ്റ്റുഡൻറ് ലോണും ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. സോ ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ദർ ഈസ് എ ഷിഫ്റ്റ് ഫ്രം എലീറ്റ് ടു മാസ്. സെൽഫ് ഫിനാൻസ്ഡ് മൊബിലിറ്റി സെക്കൻഡ് തിങ്, ദാറ്റ് ഈസ് ഏറ്റവും ആദ്യം എലീറ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ മാസ് ആയിട്ടുള്ള ആളുകളും എലീറ്റ് ആയിട്ടുള്ള ആൾക്കാരും പോകുന്നുണ്ട്. ദെൻ മുമ്പ് എങ്ങനെയായിരുന്നു? കൂടുതലും സ്കോളർഷിപ്പ് ഓറിയന്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ്, ഇപ്പോൾ ഓരോരോ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഗുരു ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്ങനെയുള്ള ഓരോ ഓർഗനൈസേഷൻസ് ആണ് ഈ എബ്രോഡ് എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഏകദേശം 60 to 1 CR വരെ നമുക്ക് എന്തുണ്ട്, ഓക്സ്ഫോർഡുള്ള സർവകലാശാലകളിൽ പഠിക്കാനായിട്ട് നമുക്ക് ചിലവുണ്ട്. ബട്ട് സ്റ്റിൽ എന്തില്ല, നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അത് സ്വയമായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് കൂടുതലും എന്തായിരുന്നു, കുട്ടികൾ സ്കോളർഷിപ്പിനെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ്ങിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ കാലം മാറി. എഡ്യൂക്കേഷൻ പോലുള്ള സംഗതികൾ, എഡ്യൂക്കേഷൻ ലോൺ, ഓക്കെ, അതേപോലെ പേഴ്സണൽ ലോൺ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെയൊക്കെ സുഹൃത്തുക്കളിൽ 1-2 ആളുകൾ സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ അച്ഛൻ കൊടുത്തിട്ടുള്ള പൈസ ഉപയോഗിച്ചിട്ടും ഒക്കെ ആയിട്ട് പോയിട്ടുള്ള ആളുകളുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ട്രെൻഡും നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ദെൻ എന്താണ് ദാറ്റ് ഈസ് ഈ എബ്രോഡ് എഡ്യൂക്കേഷൻ? എന്താ, അവർ പഠിക്കണം എന്നുള്ളൊരു ബുദ്ധിയോടുകൂടി പോകുന്ന ആളുകളും ഉണ്ട്. അതിലേക്ക് കൂടുതൽ എന്താണ്, കുറെ ആസ്പിറേഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ആസ്പിറേഷൻ, അതൊരു ഗ്ലോബൽ ക്രെഡൻഷ്യൽസ്, അതേപോലെ തന്നെ അപ്വേർഡ് സോഷ്യൽ മൊബിലിറ്റി, ഹയർ വേജസ്, പെർമനന്റ് റെസിഡൻസി പാത്വേസ്, ഇങ്ങനെ പല പല ആസ്പിറേഷൻസോട് കൂടിയിട്ടാണ്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പിറേഷൻസോട് കൂടിയിട്ടാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം നമ്മളുടെ ഈ ആളുകൾ എബ്രോഡ് പോകുന്ന പരിപാടികൾ എന്ത് ചെയ്യുന്നത്, ഓണാക്കുന്നത്, റൈറ്റ്? ഓണാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രോഡ് പോകുന്ന പരിപാടികൾ അവർ പ്ലാൻ ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ അതിന്റെ ഓരോരോ റീസൺസ് ഇതൊക്കെ നമുക്ക്, എനിക്ക് തോന്നുന്നു ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് മോർ ദാൻ നമ്മളുടെ മെയിൻസിനും മോർ ദാൻ നമ്മളുടെ പ്രിലിംസിനും നമുക്ക് ഇന്റർവ്യൂ ടൈമിൽ നമുക്ക് പല പല രീതിയിൽ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം. ഓക്കെ, ദെൻ നമുക്ക് ഇതിനകത്തുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു റിസ്ക് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ഫൈനാൻഷ്യൽ എക്സ്പോഷർ ആണ്. ഇപ്പോൾ ഒരു കുട്ടി ഒരു UK പോകണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഏകദേശം 25 lakhs അടുത്ത് ചിലവുണ്ട്. ഓക്കെ, അതിന്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം ഒരു 12 to 13% അയാൾ ബർഡൻ ചെയ്യണം. ജസ്റ്റ് ഡിഗ്രി പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു കുട്ടി എബ്രോഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഇത്രയും പൈസ വരുന്നത് എന്താണ്, അയാളുടെ തലയിൽ ഒരു ലോൺ ബർഡൻ വരികയാണ് അല്ലേ? അപ്പൊ അത് പേ ചെയ്യാനായിട്ട് അയാൾ വർക്ക് ചെയ്യേണ്ട ഒരു കമ്പൽഷൻ വരിക, അയാളുടെ മെന്റൽ ഹെൽത്ത് എന്താണ്, സ്റ്റേബിൾ ആവുകയാണ്. അപ്പൊ അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, വൾണറബിലിറ്റീസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യും എന്നാണ് ഓത്തർ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഹൈ ഫൈനാൻഷ്യൽ എക്സ്പോഷർ, വീക്ക് അലൈൻമെന്റ് ബിറ്റ്വീൻ ഡിഗ്രീസ് ആൻഡ് ലേബർ മാർക്കറ്റ് ഔട്ട്കംസ്. നമ്മൾ പലരും പോകുന്ന കോഴ്സസ് എന്താ, ഈ പറഞ്ഞിട്ടുള്ള ലേബർ മാർക്കറ്റ് ഡിമാൻഡ് ഇല്ലാത്ത കോഴ്സസ്. ഇപ്പൊ ഫ്രാൻസിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഫ്രഞ്ച് പഠിക്കാനായിട്ട് പോകുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല, അല്ലെങ്കിൽ നമ്മളിവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് നമ്മൾ അവിടെ പോയി ചെയ്യുന്നു. അപ്പോൾ അത് പക്ഷെ അവിടുത്തെ ലേബർ മാർക്കറ്റിൽ തീരെ ഡിമാൻഡ് ഇല്ലാത്തൊരു സാധനമാണ്. എസ്പെഷ്യലി MBA പോലുള്ള ജോബ്സ്. നമ്മളുടെ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോയിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് MBA എടുത്തതിന് ശേഷം ഇപ്പോൾ കെയർ ഹോമിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കിച്ചണിലോ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് വീക്ക് അലൈൻമെന്റ് ബിറ്റ്വീൻ ഡിഗ്രീസ് ആൻഡ് ലേബർ മാർക്കറ്റ് ഔട്ട്കംസ്. ദെൻ കംസ് അൺഈക്വൽ റിസ്ക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അൺഈക്വൽ ആയിട്ടുള്ളൊരു റിസ്കിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ദെൻ എക്സ്പാൻഷൻ റിഫ്ലെക്ട്സ് ക്വാണ്ടിറ്റി വിത്തൗട്ട് കോമൻസറേറ്റ് ക്വാളിറ്റി അഷുറൻസ്. നമുക്കൊന്നും അറിയില്ല അവിടെ ക്വാളിറ്റി ഉണ്ടോ ക്വാണ്ടിറ്റി ഇല്ല, നമ്മൾ ജസ്റ്റ് ഫീസ് കുറയുന്നു നോക്കി പോയി എന്നുള്ള ഇതൊക്കെയാണ്. പിന്നെ ഡെസ്റ്റിനേഷൻസ് ഞാൻ പറഞ്ഞു, OECD ആണ് ഏറ്റവും വലിയ പ്രിഫറൻസ്. ഓക്കെ, ദെൻ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. ഇതിനകത്തുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം വേർഡ് ടു വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദെൻ ബ്രെയിൻ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നു. ഓക്കെ, ബ്രെയിൻ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞു MBA എടുത്തിട്ടുള്ള ആള് കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ജോലി മോശമല്ല. സീരിയസ്ലി സ്പീക്കിംഗ്, കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ജോലി ഒരിക്കലും മോശമല്ല.
പക്ഷെ എന്താണ്, MBA ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളാണോ കിച്ചണിൽ വർക്ക് ചെയ്യേണ്ടത്? അതാണ് ബ്രെയിൻ വേസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് എഡ്യൂക്കേറ്റഡ് ഹ്യൂമൻ ക്യാപിറ്റൽ നോട്ട് യൂട്ടിലൈസ് പ്രൊഡക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത് വളരെയധികം നമുക്ക് മനസ്സിലാക്കി എഴുതേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ യുണൈറ്റഡ് കിങ്ഡം പിന്നെ പോസ്റ്റ് 1992 ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം എന്താണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവരുടെ ഫംഗ്ഷനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ നമുക്ക് മനസ്സിലാക്കേണ്ട അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോയിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഇത്രയും മോശമാണെന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയാ, നമ്മുടെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് റെമിറ്റൻസ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പൊ നമ്മളുടെയൊക്കെ സുഹൃത്തുക്കൾ അവിടെയൊക്കെ പോയിട്ട് അവരവിടെ ഏൺ ചെയ്ത് അവിടെ പറഞ്ഞ പോലെ അവർ ഏൺ ചെയ്യുന്ന പൈസ നമ്മളിലേക്ക് അയച്ചു തരുന്നു. പക്ഷെ അതിനകത്തൊരു നെഗറ്റീവ് സമയത്ത് പറയുന്നതാണ് റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറയുന്നത്. അതാണ് നെറ്റ് ഔട്ട്വേർഡ് ഫ്ലോ. ഇപ്പൊ ഫീസ് അടയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ എത്ര ലക്ഷം രൂപയാണ് അങ്ങോട്ടേക്ക് അയക്കുന്നത്, റൈറ്റ്? അപ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് എന്താണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്താ, ഇപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കൂടുതലും. പിന്നെ അവിടെ വിസ കിട്ടുന്നില്ല, അപ്പൊ അങ്ങനത്തെ കുറേ കാര്യം. പിന്നെ ഒരു കേരള കേസ് സ്റ്റഡി നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കേരള ഈസ് നോൺ ഫോർ ദ റെമിറ്റൻസ്, അല്ലേ? നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ UAE ഡയസ്പോറ അല്ലെങ്കിൽ നമ്മുടെ അറേബ്യൻ പെനിൻസുലയിലുള്ള ഡയസ്പോറയുടെ കാര്യത്തിൽ നമ്മൾ വളരെ ഫേമസ് ആണ്, റൈറ്റ്? അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കേരള ഒരു കേസ് സ്റ്റഡിയാണ് വെൻ ഇറ്റ് കംസ് ടു ദി ഇന്റർനാഷണൽ ലേബർ മാർക്കറ്റ്. ഓക്കെ, ലോങ് ഹിസ്റ്ററി ഓഫ് കേരള ഓഫ് ഇന്റർനാഷണൽ ലേബർ മൈഗ്രേഷൻ ഈസ് ദർ ഇൻ ഹിസ്റ്ററി. ദർ ഈസ് ഓൾസോ റാപ്പിഡ് റൈസ് ഇൻ സ്റ്റുഡൻറ് മൈഗ്രേഷൻ ഓവർ ദ റീസെന്റ് ഇയർ. ഓക്കെ, ഏറ്റവും നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇയേഴ്സ് ആഫ്റ്റർ കൊറോണ, കോവിഡിന്റെ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുള്ള ഏകദേശം ഒരു 2-3 വർഷം, ഇപ്പോൾ അത്ര വളരെ കമ്പയർഡ് ടു ഒരു 2022 to 2023 ആ ഒരു പീരീഡിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും മൈഗ്രേഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ ദർ ഈസ്. ഓക്കെ, ദെൻ നമ്മുടെ കേരളത്തിന്റെ സ്റ്റുഡൻസ് ഫോം എ സിഗ്നിഫിക്കൻറ്റ് ഷെയർ ഓഫ് എമിഗ്രൻസ് ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, ദെൻ നമുക്ക് പറഞ്ഞിട്ടുള്ള ലാർജ് ഔട്ട്വേർഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ക്യാപിറ്റൽ ഫ്ലോസ്. വെരി സിമ്പിൾ. നമ്മൾ കേരളത്തിൽ നിന്നും ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് US പഠിക്കാൻ പോകുന്നു, ഇവിടെ നിന്ന് ക്യാപിറ്റൽ ഇങ്ങോട്ടേക്ക് പോകുന്നു, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ കുറച്ച് ഡൊമസ്റ്റിക് പുഷ് ബാക്ക് ഫാക്ടേഴ്സ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്? ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു ഹയർ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. സെക്കൻഡ് തിങ് അവൈലബിലിറ്റി ഓഫ് എലീറ്റ് സീറ്റ്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇഫ് യു ആർ ഗ്രാജുവേറ്റഡ് ഫ്രം ഓക്സ്ഫോർഡ് ഓർ ഹാർവേർഡ്, നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ്, വളരെ വലുതാണ്, അല്ലേ? ദെൻ വെൽ പെയ്ഡ് ആയിട്ടുള്ള, ഇതാണ് ഏറ്റവും വലിയ ഫാക്ടർ. ഇത് മൂന്നാമത് എഴുതിയെങ്കിലും വലിയൊരു ഫാക്ടറാണ് ഈ പറഞ്ഞിട്ടുള്ള സംഗതി. അതായത് നമുക്ക് ബെറ്റർ പേ ആണ്. ഒരു 1 hour അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അവിടുത്തെ ഒരു 8 to 12 euros നമുക്ക് കിട്ടുന്നു, ഇപ്പോൾ UK ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു ഇത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1200 അടുത്താണ്. ഈ 1200 ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്നെങ്കിൽ ഏകദേശം നമ്മൾ 8 hours വർക്ക് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു കമ്പാരിസൺ ഒരു PPP മോഡൽ കമ്പാരിസൺ അല്ല ഇത് ജസ്റ്റ് ഒരു കൺവേർഷൻ ആണ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരു യൂസ്ഫുൾ ആയിട്ടില്ല. നമുക്ക് കുറച്ച് ഫിഗേഴ്സ് നമുക്ക് സോർട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രോപ്പർ സ്പെൻഡിങ് പവറോ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ദെൻ കംസ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടതാണ് ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് പോളിസി ഗ്യാപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് ലാക്ക് ഓഫ് ഏജന്റ് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലേ, ജോലി തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞു. റീസെന്റ് തന്നെ ഒരു സെലിബ്രിറ്റി ജോലി നൽകാമെന്ന് പറഞ്ഞ് വിദേശത്ത് ജോലി നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയൊരു കാര്യം നമ്മൾ കേട്ടു. അതേപോലെ തന്നെ ഒരുപാട് ഏജൻസീസ്, അല്ലെ, ഒരുപാട് ഏജൻസീസിൽ നിന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഒരു നോർക്ക ഉണ്ടെങ്കിൽ കൂടി നമുക്ക് വീണ്ടും അതിനകത്തൊരു ഏജന്റ് റെഗുലേഷൻ കുറച്ചും കൂടി വേണം, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി കോമ്പറ്റീറ്റീവ് ആക്കണം എന്നുള്ളൊരു പരിപാടി നമുക്ക് വേണം. അതേപോലെ തന്നെ ഈ റിക്രൂട്ട്മെന്റ് പ്രാക്ടീസസ് എന്താണ് കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആക്കണം. ഓക്കെ, ദെൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി. അതായത് ഈവൻ ഇപ്പൊ ഇന്ത്യയിലെ സ്റ്റുഡൻസ് ഇപ്പോൾ US ന്യൂയോർക്കിലോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള സിഡ്നിയിലോ പഠിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിനോട് ഒരു അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് കുട്ടികളുടെ ഫ്യൂച്ചർ എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? യെസ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഒരു എന്താ പറയുക ഒരു പോളിസി ഗ്യാപ്സ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ നമ്മുടെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് നമുക്ക് കുറച്ച് സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് മീൻസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് അല്ലാതെ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നുണ്ട് എംഫസിസ് ദ ക്വാളിറ്റി, ഇന്റർനാഷണലൈസേഷൻ, ഇതാണ് ടേം, ഇന്റർനാഷണലൈസേഷൻ ആൻഡ് എംപ്ലോയബിലിറ്റി ഇൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇന്റർനാഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്റർനാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള IITs അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള IIMs, IISCs, ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള എലീറ്റ് ഓർഗനൈസേഷൻസിലേക്കൊക്കെ എന്ത് വേണം? നമുക്ക് ഫോറിൻ സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റർനാഷണലൈസേഷൻ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇത്യോപ്യൻ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു
എത്യോപ്യയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇന്ത്യയിലേക്ക് വരുന്നതെന്നല്ല, അല്ലേ? അപ്പോൾ ആ ഒരു ലൈനിൽ അത് പ്രൊമോട്ട് ചെയ്യണം ഒരുപാട് എന്നുള്ളൊരു മൈൻഡിലാണ് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ദെൻ ഒരു എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷൻ ആയിട്ട് പ്രോഗ്രാമായിട്ട് സ്റ്റഡി ഇൻ ഇന്ത്യ പ്രോഗ്രാം, ദെൻ ഡയസ്പൊറ വെൽഫെയർ മെക്കാനിസംസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾ ഈ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറിയിട്ട് ഈ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ കുറച്ച് ടേംസ് ആണ്. റിവേഴ്സ് റെമിറ്റൻസ് ഞാൻ സംസാരിച്ചു, ബ്രെയിൻ വേസ്റ്റ് സംസാരിച്ചു, OECD കൺട്രീസ് നമുക്കറിയാം, ദാറ്റ് ഇസ് ഹൈ ഇൻകം എക്കോണമീസ് ഓഫറിംഗ് എഡ്യൂക്കേഷൻ, മൈഗ്രേഷൻ, റെസിഡൻസി ആൻഡ് ലിങ്കേജസ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസ് ഫോക്കസ് ആയിട്ടുള്ള നമ്മളിതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്, മെയിൻസ് ഫോക്കസ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എഡ്യൂക്കേഷൻ, മൊബിലിറ്റി ആൻഡ് ലേബർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, ഓക്കെ, ഗൾഫ് ലേബർ മൈഗ്രേഷൻ, ഇങ്ങനത്തെ കുറച്ച് കീവേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ആസ്പിറേഷൻ ഡ്രിവൺ മൈഗ്രേഷൻ വിത്ത് സസ്റ്റൈനബിൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഔട്ട്കംസ്. അതായത് കുറേ ആസ്പിറേഷൻസ് കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ, അതായത് നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് പൈസ കിട്ടും എന്ന് പറഞ്ഞ് MBA പഠിച്ചിട്ട് പോയിട്ട് പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതാണ് പറയുന്നത്, നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ മൈഗ്രേഷനെ മാറ്റണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ദെൻ ഇതിനകത്തൊരു ആൻസർ ഫോർമാറ്റിലാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. ഞാനിനി നിങ്ങൾക്ക് ഇത് ഇരുന്നിട്ട് ഇതാണ് കൺക്ലൂഷൻ, ഇതാണ് വേ ഫോർവേഡ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. റൈറ്റ്, നിങ്ങൾക്ക് ഇത് ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ അനന്ത IAS അക്കാഡമിയുടെ ജനുവരി ബാച്ച്, നമ്മളുടെ ജനുവരി 2026 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് 2027 പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഒരു കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷൻ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈമാണ് ജനുവരി 2026. ഏകദേശം 1.5 ഇയേഴ്സ് കിട്ടും. റൈറ്റ്, അപ്പോൾ ഈ 1.5 ഇയേഴ്സ് കൊണ്ട് നമുക്ക് നമ്മളുടെ പ്രിലിംസ് പക്കയാക്കാം, മെയിൻസ് റെഡിയാക്കാം, മെയിൻസിനകത്തുള്ള ഓപ്ഷനുകൾ നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കോംപ്രിഹെൻസീവ്ലി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം നമുക്ക് ഇവിടെ കിട്ടും. റൈറ്റ്, അപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന നമ്പർ 8075005141 എന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ വരുന്ന നമ്മളുടെ പുതിയ ജനുവരി 1-ാം തീയതിക്ക് മുന്നേ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഏർലി ബേർഡ് ഓഫർ ആയിട്ടുള്ള 10% നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അനന്ത IAS അക്കാഡമി ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, യെസ്. ദെൻ അടുത്തത് ഒരു ഗവർണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിൾ ആണ്. ദാറ്റ് ഈസ് ഓവർസീസ് ബിൽസ് ബിട്രേ മൈഗ്രന്റ് വർക്കേഴ്സ് മൈഗ്രേഷൻ. നമ്മൾ കഴിഞ്ഞതും ഒരു ഇന്ത്യൻ ഡയസ്പൊറ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ് ആണത്. ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, എഡ്യൂക്കേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് സ്റ്റുഡന്റ് മൈഗ്രേഷനെ കുറിച്ചാണ് സംസാരിച്ചത്. ദിസ് തിങ് കംസ് ദി ലേബർ മൈഗ്രേഷൻ. ഓക്കെ, ഇപ്പൊ ലേബർ മൈഗ്രേഷനിലേക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് കുറച്ച് ഫാക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് സോഴ്സ് കൺട്രീസ് ഓഫ് ഇന്റർനാഷണൽ മൈഗ്രന്റ് ലേബർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് മേടിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഓക്കെ, ദെൻ നമുക്ക് ഈ പറയുന്ന പ്രിഡോമിനന്റ്ലി എൻഗേജ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ, ഡൊമസ്റ്റിക് ആൻഡ് കെയർ വർക്ക്, മാനുഫാക്ചറിങ് ആൻഡ് ഫാക്ടറി വർക്ക് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഓഫ് മൈഗ്രേഷൻസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക, നമുക്ക് കുറച്ച് ഈ പറഞ്ഞിട്ടുള്ള ഒരു കീ ടേംസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മൈഗ്രേഷൻ കൊണ്ടുണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, ബ്രെയിൻ ഡ്രെയിൻ ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നു. ദെൻ ഈ പറഞ്ഞിട്ടുള്ള ഡയസ്പൊറയുടെ മെന്റൽ ഹെൽത്ത്, കാരണം നാടും വീടൊക്കെ ഉപേക്ഷിച്ച് പോവുക, പിന്നെ അവിടെ ഉള്ള റേസിസം. ഓക്കെ, ദെൻ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റേബിൾ അല്ലെങ്കിൽ സ്ക്വീഡ്, അതാണ് കീവേഡ്. സ്ക്യൂഡ് സെക്സ് റേഷ്യോ. ഓക്കെ, അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങൾ എന്തുണ്ട് ഈ മൈഗ്രേഷൻ സംബന്ധിച്ച് നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതൊക്കെയാണ് മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിൽ, ഈ ബില്ലിന്റെ സ്പെസിഫിക്കലി എന്തൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടുള്ള, സേഫ്, ഓർഡർലി ആൻഡ് എഫിഷ്യന്റ് ഓവർസീസ് മൊബിലിറ്റി. ഓക്കെ, അത് നമ്മൾ കണ്ടു നമ്മുടെ ഇന്ത്യൻ ഡയസ്പൊറയ്ക്ക് നേരെയുള്ള പല അറ്റാക്സ്, പ്രത്യേകിച്ച് ഇപ്പൊ കാനഡ പോലുള്ള രാജ്യങ്ങളിലെ ഖലിസ്ഥാൻ അറ്റാക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾക്ക് എതിരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ബില്ല് നമ്മൾ ചെയ്തിരിക്കുന്നത്.
ഓക്കെ, വെൽഫെയർ ഓഫ് ഇന്ത്യൻ ഇമിഗ്രൻസ്. ഓക്കെ, ദെൻ അതിനകത്തേക്ക് കുറച്ച് നോർമൽ നമ്മുടെ വേ ഫോർവേഡ് സാധനം പോലെ ഡിജിറ്റൽ ഗവർണൻസ് ടൂൾ കൊണ്ടുവരിക. ഓക്കെ, യെസ്. ദെൻ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, കുറേ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എന്താ എമിഗ്രേഷൻ കൺട്രോൾ എന്നതിന് പകരം മൊബിലിറ്റി ഫെസിലിറ്റേഷൻ. നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം എന്താ, അവിടെ നിന്ന് നമുക്ക് റെമിറ്റൻസ് വരും അല്ലേ. ഇന്ത്യയുടെ വൺ ഓഫ് ദി ഫോറക്സിന്റെ മേജർ പില്ലറിലൊന്ന് എന്ന് പറയുന്നത് റെമിറ്റൻസ് ആണ്. അപ്പോൾ ആ റെമിറ്റൻസ് വരും, റൈറ്റ്. ദെൻ ക്രിയേഷൻ ഓഫ് ആൻ ഓവർസീസ് മൊബിലിറ്റി കൗൺസിൽ. ഓക്കെ, ദെൻ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഓഫ് integrated information system for migrant data. Then replacement of physical immigration checkpost with digital approvals, right? Then accreditation based regulation of overseas placement agencies. Yes, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ കുറച്ച് പ്രോബ്ലംസ് പറയുന്നത് എന്താണ്, ഒരു പ്രൊവിഷൻ എടുത്ത് കളഞ്ഞു, റിമൂവൽ ഓഫ് പ്രൊവിഷൻസ് എനേബിളിംഗ് മൈഗ്രൻസ് ടു ഡയറക്ട്ലി ഇനീഷ്യേറ്റ് ലീഗൽ ആക്ഷൻ അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ് ലെഡ് ഗ്രിവൻസ് റിഡ്രസലിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്, റൈറ്റ്. അത് കാരണം എന്താണ്, ഒരുപാട് ഡിലേ വരും. ഇപ്പം നമുക്ക് നേരിട്ട് നമുക്കൊരു കേസ് കൊടുക്കാൻ പറ്റാതെ നമ്മൾ ഗവൺമെൻറ് ഏജൻസിയുമായിട്ട് മുഖേന വേണം കേസ് കൊടുക്കാൻ എന്ന് പറയുന്നത് വളരെയധികം എന്താണ് ക്രിറ്റിസിസംസ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, റൈറ്റ്. ദെൻ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെയൊക്കെ ഗോ ത്രൂ ചെയ്യാം. നമുക്ക് അത്ര ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ദെൻ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു മൈഗ്രന്റ് ലേബേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും, ഡയസ്പോറ റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ഓക്കെ, ഒന്നാമതായിട്ട് പ്രൊട്ടക്ടർ ജനറൽ ഓഫ് ഇമിഗ്രൻസ് അണ്ടർ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഓഫ് ഓവർസീസ് ഇമിഗ്രേഷൻ ഗവർണൻസ്, പ്രൊട്ടക്ടർ ജനറൽ ഓഫ് ഇമിഗ്രൻസ്. ഓക്കെ, ദെൻ ഇ-മൈഗ്രേറ്റ് പോർട്ടൽ for online immigration clearance and recruitment monitoring. Then Indian Community Welfare Fund for emergency assistance to overseas Indians. Then ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പ്രവാസി ഭാരതീയ ഭീമ യോജന പ്രൊവൈഡ് ഇൻഷുറൻസ് കവറേജ് ടു എമിഗ്രന്റ് വർക്കേഴ്സ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, അപ്പോൾ ഒരു കാർ ആക്സിഡന്റ് ആയി, അല്ലെങ്കിൽ ഒരു അസുഖം വന്നു, അപ്പോൾ നമ്മൾ തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ അതിനകത്തൊക്കെ വരുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ അവിടെ വെച്ച് മരണപ്പെട്ടു. അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് വേണം, ഒരു ഇൻഷുറൻസ് വേണം അല്ലേ. അപ്പോൾ ആ ഇൻഷുറൻസ് ഒക്കെ കവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ പ്രവാസി ഭാരതീയ ഭീമ യോജന എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ there are bilateral labor mobility agreements with several destination country. നമുക്ക് റീസെൻ്റ്ലി നമ്മൾ റഷ്യ ഗവൺമെന്റ് ആയിട്ട് നമ്മൾ സംസാരിച്ചിരുന്ന ന്യൂസ് ആർട്ടിക്കിളിൽ റഷ്യ ഗവൺമെന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ദർ ഇസ് സ്കിൽ ഇന്ത്യ മിഷൻ ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് പ്രയർ ലേണിംഗ് റിലവൻറ്റ് ഫോർ അവർക്ക് റിട്ടേൺ റീഇൻറ്റഗ്രേഷൻ. ഇപ്പം നമ്മളുടെ അവിടെ നിന്ന് അപ്പോൾ പ്രവാസിയായിരുന്ന ഒരു മനുഷ്യൻ തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ അയാൾ വെറുതെ ഇരിക്കരുത്, കാരണം ഇത്രയും നാളും കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അല്ലേ, കഷ്ടപ്പെട്ട് അദ്ദേഹം പണിയെടുത്തതാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വീണ്ടും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഏർണിംഗ് കിട്ടാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്, വീണ്ടും സ്കില്ല് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഒറ്റ ഓപ്ഷനാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സഹായിക്കുന്നു, എന്തിലൂടെ, നമ്മുടെ സ്കിൽ ഇന്ത്യ മിഷൻ എന്നൊക്കെ പറയുന്ന പ്രോസസ്സിലൂടെ. ദെൻ ഫുള്ളിംസ് ഫോക്കസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമിഗ്രേഷൻ ആക്ട് ഉണ്ട്. ലൈക്ക് എനിക്ക് തോന്നുന്നില്ല അത്ര നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. നമുക്ക് ഡെപ്റ്റ് ബോണ്ടേജ് എന്ന് പറയുന്ന ടേം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കാണുന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം, ഇത് വാട്ട് യു മീൻ ബൈ റീസെൻ്റ്ലി എ ടേം ഡെപ്റ്റ് ബോണ്ടേജ് ഈസ് സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണം, ഡിഫൈൻഡ് ആസ് എ കണ്ടീഷൻ വേർ ലേബർ ഈസ് എക്സ്ട്രാക്റ്റഡ് ആസ് റീപേയ്മെന്റ് ഓഫ് ഇൻഫ്ലേറ്റഡ് ഓർ ഡിസെപ്റ്റീവ് ഡെപ്റ്റ്സ്. അതായത് നമ്മൾ ഇത്രയേ ഉള്ളൂ, പണിയെടുത്തിട്ട് നമ്മൾ കടം മേടിച്ചു, ആ കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, പകരം ഞാൻ കുറച്ച് പണിയെടുത്ത് തരാം എന്ന് പറയുന്ന ഒരു പരിപാടി, അതാണ് ഡെപ്റ്റ് ബോണ്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ, കുട്ടികളുടെ ചൈൽഡ് കിഡ്നാപ്പ്, ഓഫൺ അത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻസ്, അത് ഓർഗൻ ട്രാഫിക്കിംഗ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ എന്തുണ്ട്, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ മൈഗ്രേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Then ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഇംപ്ലൈസ് സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ മൈഗ്രേഷൻ ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ സിസ്റ്റം റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു. Then you can say that it implies centralized digital migration database. Okay, and also ഈ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം കീപ്പ് ചെയ്യുന്ന മിനിസ്ട്രി ഏതാണ് എന്നുള്ളൊരു ചോദ്യം വരാം. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, മിനിസ്ട്രി ഓഫ് മെയ്റ്റി ആണോ എന്നുള്ളൊരു ഡൗട്ട് വരാൻ തോന്നുന്നു. പക്ഷേ ഇതെന്താണ്, MEA ആണ്.
ഓക്കെ, MEA ആണ് ഇത് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കുറച്ച് ILO കൺവെൻഷൻസ്, ഇത് നമുക്ക് മെയിൻസിനും യൂസ് ചെയ്യാം. ഓക്കെ, സോ ILO കൺവെൻഷൻ 181 ഓൺ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്, ഓക്കെ, റെഗുലേഷൻ ഓഫ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. ILO കൺവെൻഷൻ 155 is on occupational safety and health. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ റാൻഡംലി ഒരു ചോദ്യം ചോദിക്കാം. ILO കൺവെൻഷൻ 181 is related to ILO കൺവെൻഷൻ 181 is related to എന്ന് നമുക്കൊരു ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു ഇതെന്താണ്, പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് സംഗതി എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. അതായത് UPSCക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, യെസ്. ദെൻ നമ്മൾ മെയിൻസ് ഫോക്കസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഫിലോസഫിക്കലി സ്പീക്കിംഗ് ഒരു എക്കണോമിക്കൽ ഗെയിൻസ് ഫ്രം റെമിറ്റൻസ് ഉണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ബട്ട് യു ഡു റിയലി തിങ്ക് ലൈക്ക് ഈ പ്രവാസികൾ എല്ലാവരും ഹാപ്പി ആണെന്ന്? നാടും വീടും ഒക്കെ വിട്ട് അവർ പോയിരിക്കുന്നു അല്ലേ? സോറി, അപ്പോൾ നമ്മുടെ മമ്മൂട്ടി സാറിൻ്റെ പത്തേമാരി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അല്ലേ? അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ പ്രവാസികൾ ഫേസ് ചെയ്യുന്ന മേജർ ഇഷ്യൂസിലൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോൾ ആ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തുണ്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മേജർലി നമുക്ക് ഇതിനകത്ത് വരേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ളൊരു കൺക്ലൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? India's overseas labor migration require a shift from procedure facilitation to right-based production. Wow, beautiful. Alla wordings alle noku. India's overseas labor migration requires a shift from procedure facilitation to right-based protection. Okay, then balance ningalku vaayikam. Okay, so this is ഞങ്ങളുടെ അനന്ത IAS അക്കാഡമിയുടെ റീഡിംഗ് റൂം ആണ് ഇവിടെ കാണുന്നത്. കേരളത്തിലെ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്പേഷ്യസ് റീഡിംഗ് റൂം ഫോർ സിവിൽ സർവീസസ് നൗ അറ്റ് അനന്ത IAS അക്കാഡമി. ഓക്കെ, സോ കേരളത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് ഉള്ളത് അനന്ത IAS അക്കാഡമിക്കാണ്. ഓക്കെ, തൃശ്ശൂരാണ് നമ്മൾ വരുന്നത്. സോ പ്ലീസ് കോൺടാക്ട്. സോ പ്ലീസ് ആസ് ഏർലി ആസ് പോസിബിൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 8057500514 ഓക്കെ, യാ. ദെൻ നമുക്ക് നോക്കേണ്ടത് നമ്മളുടെ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു ന്യൂക്ലിയർ എനർജി ബില്ലിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ എനർജി ബിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പേര് റീസെൻ്റ്ലി ശാന്തി ബിൽ, അതെന്താണ് എന്നുള്ളതായിരിക്കണം നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്. വെരി ക്ലിയർ, ഒരു ന്യൂക്ലിയർ എനർജി എന്താണ് നമ്മളുടെ ഒരു ബില്ലാണ്. അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ 10% ഓഫ് ഇന്ത്യസ് എനർജി എന്താക്കണം, ഫ്രം ന്യൂക്ലിയർ ആക്കണം. ഏത് വർഷം കൊണ്ട്? 2077. ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ വരാം, ഈ 2047 എന്നുള്ള മാറ്റി 2030 ആക്കാം. 10% എന്നുള്ളത് മാറ്റി ഒരു 50% ആക്കാം. ഓക്കെ, ദെൻ ഇതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ള ടോപ്പിക്. ഓക്കെ, ദാറ്റ് ഈസ് ശാന്തി ബിൽ. ശാന്തി അല്ലേ, ഒരു ദ എക്സ്ട്രീം ഓപ്പോസിറ്റ് നോക്കൂ. ദ വേർഡ് ശാന്തി എന്ന് പറഞ്ഞാൽ സമാധാനം അല്ലേ, നമുക്കൊരു പീസ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ന്യൂക്ലിയർ യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നമ്മളൊന്ന് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ന്യൂക്ലിയർ പോളിസീനെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, that is to increase nuclear energy share to around 10% of India's energy mix by 2047. That is the first objective of Shanti Bill. Second objective of Shanti Bill is to achieve 100 gigawatts of nuclear capacity. ഓക്കെ, അതാണ് നമ്മളുടെ അടുത്ത ഒരു ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 100 ജിഗാവാട്ട് എന്ത് വേണം, നമുക്കൊരു ന്യൂക്ലിയർ കപ്പാസിറ്റി വേണം. ഏത് വർഷത്തിനുള്ളിൽ? 2047. ഓക്കെ, അതായത് എത്ര പെർസെൻറ്റേജ് ആവും? 10% ഓഫ് എനർജി മിക്സ്. ഓക്കെ, ഇത് മാറരുത്, ഇത് തെറ്റിക്കും. ഈ 3 ഡേറ്റാസ് ആണ് UPSCക്ക് ഈസിലി തെറ്റിക്കാൻ പറ്റുക. ഈ 2047 പകരം 2030 നടാം, 10 പകരം 50 ആക്കാം, 100 പകരം 1000 ആക്കാം. ഓക്കെ, ദെൻ നമുക്കൊരു ഒരു നെറ്റ് സീറോ എമിഷൻ ഗോൾ ഉണ്ട്. നെറ്റ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രയും കാർബൺ ഡൈ ഓക്സൈഡിനെ അഫക്റ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ എത്ര എമിഷൻ നടത്തുന്നു, എത്രയാണോ നമ്മളുടെ എമിഷൻ അത്ര തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അബ്സോർപ്ഷനും നടത്തുന്ന കണ്ടീഷൻ. എത്രയാണോ എമിഷൻ അത്ര തന്നെ അബ്സോർപ്ഷൻ നടത്തുന്നു. ആ ഒരു സിറ്റുവേഷനാണ് എന്ത്, നെറ്റ് സീറോ എന്ന് പറയുന്നത്. അത് ഏത് വർഷത്തിനുള്ളിൽ വരണം എന്ന് പറയുന്നത് 2071 ആണ്. ഓക്കെ, ഇതിൽ കുറച്ച് ക്രിറ്റിസിസം, ഇന്ത്യ 2070 വരെ പോകാൻ പാടില്ല, 2050ക്കുള്ളിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അടുത്തൊരു ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു ബേസ് ലോഡ് പവർ. ഓക്കെ, ഇങ്ങനത്തെ ടേമുകൾ നോക്കിക്കോളാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. റീസെൻ്റ്ലി എ ടേം ബേസ് ലോഡ് പവർ ഈസ് സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഇൻഡസ്ട്രി or which energy or maybe which sector? It should be on nuclear energy sector. Okay,
യെസ്. ദെൻ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഓഫ് ശാന്തി ബിൽ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ബിൽ ഈസ് ട്രൈങ് ടു എൻഡ് ദി പബ്ലിക് മൊണോപ്പൊളി. അതായത് ഇന്ത്യയിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളെല്ലാം ആർക്കേ ഫെസിലിറ്റി ഉള്ളൂ, ഗവൺമെന്റിന് മാത്രമാണ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ, പ്രൈവറ്റ് എൻറ്റിറ്റീസിന് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. സോ വിത്ത് ദിസ് ശാന്തി ബിൽ we are trying to, the government of India is trying to increase the participation of private entities. Okay, yes. So that is the second thing, that is we are ending the public monopoly. It's very important അല്ലേ? ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ന്യൂക്ലിയർ പവർ എന്ന് പറയുന്നത് വളരെ വളരെ വലിയതാണ്, അല്ലെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ, പബ്ലിക് അത് പ്രൈവറ്റൈസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി തിങ് അല്ലെ, വെരി ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻസ്, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഡെസിഷനാണ്. എനിവേ വി ഗോട്ട് എ മിഷൻ ടു ഡു. സോ ദാറ്റ് മിഷൻ ഈസ് ലൈക്ക് ദിസ് വൺ, ദാറ്റ് ഈസ് ടു ബിൽഡ് അറ്റ്ലീസ്റ്റ് 10% ഓഫ് എനർജി ഫ്രം ന്യൂക്ലിയർ എനർജി ബൈ 2047. ഓക്കെ, സോ വി ഷുഡ്, നമ്മൾ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, എന്നാലാണ് എഫിഷ്യൻസി നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ഇറ്റ് പെർമിറ്റ് ദ ഇന്ത്യൻ പ്രൈവറ്റ് എൻറ്റിറ്റീസ് ടു ബിൽഡ്, own and operate nuclear power plants under license. Okay, question comes here, ആരാണ് ലൈസൻസ് കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് മൈ അപ്രോച്ച്. അതായത് നമ്മൾ എടുക്കുന്ന ഓരോ ടേമിലും നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ നമ്മുടെ ഈ MCQ ചെയ്യലെന്നുള്ള നമ്മുടെ ഒരു സെക്കൻഡ് നേച്ചർ ആയിട്ട് മാറും. ഓക്കെ, then this allows foreign participation with FDA permitted up to prescribed limits. Okay, then restricts handling of spent nuclear fuel to the public sector. ഓക്കെ, ദെൻ ഒരു കൺസോളിഡേറ്റഡ് ലോ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ കൺസേൺ എന്താണ്? സെക്യൂരിറ്റി, റൈറ്റ്? സെക്യൂരിറ്റി രണ്ട് ആംഗിളിലുണ്ട്. ഒന്ന് നമ്മളുടെ സേഫ്റ്റി സെക്യൂരിറ്റി ഇഷ്യൂസ്, റൈറ്റ്? ദെൻ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ യൂസേജ്, ഇത് വേറെ ആളുകളിലേക്ക്, ഒരു നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിലേക്കൊക്കെ ഇത് എത്തുമോ എന്നുള്ളൊരു പ്രശ്നം. പിന്നെ സെൻട്രിഫ്യൂഗേഷൻ ഒക്കെ ചെയ്ത്, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള അതിൻ്റെ വേറെ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ദെൻ കുറേ അമെൻമെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. എനിവേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്ന് വായിക്കാം, വായിക്കുന്നതിൽ തെറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ ഫിഗർ ഒന്ന് നിങ്ങളൊന്ന് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്ത് ഒരു ചെറിയൊരു ഡയഗ്രാം, ഇങ്ങനെ ഒരു ഡയഗ്രാം ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ എഴുതുന്ന സമയത്ത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഒക്കെ ഒരു എന്താണ്, നമുക്കൊരു ആൻസർ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കേണ്ട എന്താണ്, എന്തൊക്കെ സിഗ്നിഫിക്കൻസ് ഈ ഒരു ശാന്തി ബില്ലിന്റെ എന്താണ്, നമുക്ക് സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തിങ്, ഇറ്റ് വിൽ അൺലോക്ക് ദ ലാർജ് സ്കെയിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ക്യാപിറ്റൽ ഇന്റൻസീവ് ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചർ. ഈ ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ് അല്ലേ, വളരെയധികം ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉള്ള ഒരു സെക്ടറാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ സെക്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിന് ഒരുപാട് പൂൾ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സിഗ്നിഫിക്കൻസ്. സെക്കൻഡ് തിങ് ഈസ് ഓഫ് കോഴ്സ് ദ എനർജി സെക്യൂരിറ്റി ബേസ്ഡ് ത്രൂ സ്റ്റേബിൾ ബേസ് ലോഡ് പവർ. നോക്കൂ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എനർജി സെക്യൂരിറ്റി നമുക്ക് വേണം. ഇപ്പോൾ ന്യൂക്ലിയർ എനർജിന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എനർജി സോഴ്സസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതാണ് നമ്മളുടെ സെക്കൻഡ്ലി, ദാറ്റ് ഈസ് എൻഹാൻസ് എനർജി സെക്യൂരിറ്റി ത്രൂ സ്റ്റേബിൾ ബേസ് പവർ ലോഡ്. ദെൻ reduce dependence on fossil fuels and complements renewables. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെറ്റ് സീറോ ഗോൾ ഓഫ് ഏതാണ്, 1947 നമുക്ക് എഴുതാം. ഓക്കെ, നെറ്റ് സീറോ ഗോൾ ഉണ്ട് എന്നുള്ളത്, റൈറ്റ്? ദെൻ strengthens India's position in global nuclear supply chain. നമുക്ക് പറഞ്ഞു നമ്മൾ ഏകദേശം 100 gigawatts പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ there is a nuclear mission, okay, for advanced reactor and deployment of small modular reactor. നമ്മളുടെ കറണ്ട് അഫയേഴ്സ് പ്രീവിയസ് ലെക്ചേഴ്സിനകത്തൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ദെൻ ഇന്ത്യൻ ന്യൂക്ലിയർ ഇൻഷുറൻസ് പൂൾ. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇൻഷുറൻസ് കവറേജും കാര്യങ്ങളും, അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ആയിട്ടൊരു ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കണം, ന്യൂക്ലിയർ ഇൻഷുറൻസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ. ഓക്കെ, ദെൻ നെറ്റ് സീറോ ബൈ 2017, യെസ് നമ്മൾ സംസാരിച്ചു. ദെൻ എക്സ്പാൻഷൻ ഓഫ് ന്യൂക്ലിയർ ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിൻ, ഫുഡ് ഇറാഡിക്കേഷൻ, ഡീസലിനേഷൻ ആൻഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ, യെസ്. ദെൻ നമ്മൾ ഫിലിംസ് ഫോക്കസ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് സ്മോൾ മോഡുലാർ റിയാക്ടർ. അത് എത്രത്തോളം എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യും, ജിഗാവാട്ട് ആണോ മെഗാവാട്ട് ആണോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. അതിന്റെ ഫ്യൂവൽ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സ്മോൾ മോഡുലാർ റിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, യെസ്. ബാക്കി നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, യെസ്. ഓക്കെ.
ഓക്കെ, യെസ്. ദെൻ ഒരു നമ്മുടെ കൊലീഷൻ സിസ്റ്റം, നമ്മുടെ റെയിൽ ആക്സിഡൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആന്റി ഒരു എന്താ പറയുക, ആന്റി കൊലീഷൻ സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏകദേശം 2000 കിലോമീറ്ററോളം അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, that expansion is supported by large scale digital, telecom and trackside infrastructure. Okay, then it will lead to consequential decrease in the rail accidents. Then parallel station redevelopment is occurring under Amrit Bharat station scheme. ഇതേപോലുള്ള സ്കീമുകളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വാല്യൂ അഡീഷൻസ് ആയിരിക്കും. ഓക്കെ, യെസ്. ദെൻ നമുക്ക് ഈ പറഞ്ഞ ഇന്ത്യൻ റെയിൽവേനെ കുറിച്ച് നോക്കുമ്പോൾ, ഇന്ത്യൻ റെയിൽവേസ് ഓപ്പറേറ്റ് വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് റെയിൽ നെറ്റ്വർക്ക് അണ്ടർ ഹൈ ട്രാഫിക് ഡെൻസിറ്റി ആൻഡ് മിക്സഡ് ഓപ്പറേഷൻ. Traditional safety systems relied heavily on human vigilance and conventional signaling. Okay, then Kavach system എന്നുള്ളതാണ്, right? Kavach system എന്ന് പറഞ്ഞാൽ എന്താണ്? Kavach is an indigenously developed automatic train protection, ATP, automatic train protection. Kavach is an ATP, okay, designed by India itself. Indian trains ന്റെ collision നമുക്ക് എന്ത് ചെയ്യാൻ, പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓവർ ടെക്നിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, ജസ്റ്റ് ഈ പറഞ്ഞിട്ടുള്ളൊരു ഇവിടെ ട്രെയിൻ ഉണ്ട്, അത് GPS ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഏകദേശം 2000 കിലോമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ദെൻ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സിമ്പിളാണ്, ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, റൈറ്റ്? ദെൻ നെക്സ്റ്റ് ന്യൂസ് ഈസ് റിലേറ്റഡ് ടു ഡാർക്ക് മാറ്റർ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു UPSC റിലവൻ്റ് ആയിട്ട് നമുക്ക് എന്താ വേണ്ടത്, വാട്ട് ഈസ് ദിസ് ഓർഡിനറി മാറ്റർ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഓർഡിനറി മാറ്റർ? ഓർഡിനറി മാറ്റർ അക്കൗണ്ട്സ് ഫോർ ഓൾമോസ്റ്റ് 5% ഓഫ് ടോട്ടൽ കോസ്മിക് കണ്ടന്റ്. നമ്മളിപ്പോൾ കാണുന്ന ഐറ്റംസ് മൊത്തത്തിലുള്ള മാറ്റേഴ്സിനകത്ത് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ പഠിച്ചിരിക്കുന്ന മാറ്ററിനെയാണ് നമ്മൾ ഓർഡിനറി മാറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഇതാണ് നമ്മളുടെ യൂണിവേഴ്സ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു 5% മാത്രമാണ് എന്ത്, ഈ പറഞ്ഞിട്ടുള്ള ഓർഡിനറി മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നു, അല്ലെ? ഓക്കെ, നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ഗ്രാവിറ്റേഷണലി ആൻഡ് ഡ്രൈവ് സ്ട്രക്ചർ ഫോർമേഷൻ. അപ്പോൾ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന സാധനം, ഓക്കെ, അപ്പോൾ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഈ പറഞ്ഞിട്ടുള്ള നമ്മളായിട്ട് അധികം ഇന്ററാക്ട് ചെയ്യാത്ത ഒരു സംഗതി, അത് ഏകദേശം 27% ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. റെസ്റ്റ്, ഓക്കെ, നമ്മുടെ 77% എന്താണ്, ഡാർക്ക് മാറ്റർ ആണെന്ന് പറയുന്നത്. ഓക്കെ, സോറി, ഡാർക്ക് മാറ്റർ, സോറി. ഓക്കെ, 5% ഓർഡിനറി മാറ്റർ വരുന്നു. ദെൻ റെസ്റ്റ് 77% എന്താണ്, ഡാർക്ക് മാറ്റർ ആണ് വരുന്നത്. ഓക്കെ, സോറി, ഐ എം സോ സോറി, 27% വരുന്നത് ഡാർക്ക് മാറ്റർ. ദെൻ റെസ്റ്റ് ഓൾ എന്താണ്, ഡാർക്ക് എനർജിയാണ്, ഡാർക്ക് എനർജി. ഓക്കെ, ഏകദേശം 70% ഡാർക്ക് എനർജിയാണ്. ഡാർക്ക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുമായിട്ട് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, നമുക്കൊരു ഇന്ററാക്ഷൻ ഇതുവരെ പോസിബിൾ ആവാത്ത ഒരു എനർജീനെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡാർക്ക് എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ഫോം ഓഫ് മാറ്റർ ദാറ്റ് ഡസ് നോട്ട് എമിറ്റ്, അബ്സോർബ് ഓർ റിഫ്ലക്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. ഗ്രാവിറ്റേഷണൽ എഫക്ട്സ് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഡാർക്ക് മാറ്ററുകളെ കൺസിഡർ ചെയ്യാനും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ എക്സ്പ്ലനേഷൻസ് ഡാർക്ക് മാറ്ററിനെ കുറിച്ചൊക്കെ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്, നമ്മൾ ന്യൂസ് പേപ്പറിൽ അനാലിസിസിൽ നടത്തിയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്താണ്, നമ്മുടെ ഒരു ടേമാണ് 5 സിഗ്മ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. എന്താണ് 5 സിഗ്മ സ്റ്റാൻഡേർഡ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ത്രെഷ്ഹോൾഡ് കറസ്പോണ്ടിങ് ടു എക്സ്ട്രീംലി ലോ പ്രോബബിലിറ്റി ഓഫ് റാൻഡം ഫ്ലക്ച്വേഷൻസ്. ഓക്കെ, ഇപ്പോൾ ചോദ്യം ഇതൊക്കെ എന്ത് റിലേറ്റഡ് ആയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഔട്ടർ സ്പേസ് എക്സ്പ്ലോറേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ദെൻ റെസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സാധനം നിങ്ങൾക്ക് ഈ ഒരു PDF-ൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ കംസ് ദി ആരാവലി റേഞ്ചസ് ഇഷ്യൂ വരുന്നു, അല്ലേ? അപ്പോൾ ഈ ആരാവലി റേഞ്ചസ് ഇഷ്യൂ വരുമ്പോൾ നമുക്ക് ആരാവലിയുടെ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇഷ്യൂ എന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. Okay, Supreme Court in November 2025 settled a uniform definition of Aravalli Hills and posed fresh mining leases and renewals across Delhi, Haryana, Rajasthan and Gujarat. Okay, the court accepted Central Empowered Committee recommendation and directed preparation of management plan for sustainable
mining. The intervention responds to severe ecological degradation. ഒരുപാട് ഇക്കോളജിക്കൽ ആയിട്ടുള്ള ഡീഗ്രഡേഷൻസും അതേപോലെ തന്നെ ഇല്ലീഗൽ മൈനിങ്ങും ഒക്കെ ഈ അരാവലീസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് പ്രിലിംസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് ഇതിന് വേണ്ടത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ്, അരാവലി റേഞ്ച് ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് സിസ്റ്റംസ് ഇൻ ദ വേൾഡ്. ഏകദേശം 2 ബില്യണോളം വർഷം പഴക്കമുള്ള റേഞ്ചസ് ആണ് അരാവലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ റേഞ്ച് ഓഫ് അരാവലീസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, 1 second, ലെറ്റ് മീ ഡ്രോ ദ മാപ്പ് ഓഫ് ഇന്ത്യ. നമുക്ക് വെസ്റ്റേൺ മാപ്പാണ് വേണ്ടത്. ഓക്കെ, ദിസ് ഈസ് ദ റീജിയൻ ദാറ്റ് ഈസ് ഫ്രം ഗുജറാത്ത് ടു ഡൽഹി. ഗുജറാത്ത് ടു ഡൽഹി എന്താണ്? അരാവലീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഇവിടെയാണ് എന്ത്? ഥാർ ഡെസേർട്ട് അല്ലേ? ഈ ഥാർ ഡെസേർട്ടിന്റെ ഈസ്റ്റ് വേർഡ് എക്സ്പാൻഷൻ, അതായത് ഇവിടെ ഥാർ ഡെസേർട്ട് ആണ്. ഈ ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക് ഈ ഥാർ ഡെസേർട്ട് കയറാതെ ബ്ലോക്ക് ചെയ്യുന്ന ആരാണ്? ഈ അരാവലി റേഞ്ചസ് ആണ്. So they play a huge role in protecting the Indian biodiversity. Okay, yes. Then the importance of Aravallis, നമുക്ക് നോക്കാം. കൾച്ചറൽ മോഡറേഷൻ, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, ഡസ്റ്റ് ആൻഡ് സാൻഡ് ട്രാപ്പിംഗ് ഞാൻ പറഞ്ഞു, നമ്മളുടെ പറഞ്ഞിട്ടുള്ള താർ എക്സ്പാൻഷൻസ് അതേപോലത്തെ സംഗതികൾ. ദെൻ ദർ ആർ സോഴ്സസ്. ഏതൊക്കെയാണ് അരാവലീസ് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ്? ഏതൊക്കെയാണ്? ചമ്പൽ, സബർമതി ആൻഡ് ലൂണി. സബർമതി is related to which freedom fighter? River Sabarmati is related to which freedom fighter in India? Okay, കമന്റ് ചെയ്യുക. ദെൻ നമുക്കിപ്പോൾ ഒരു ഡ്രൈ ഡെസിഡ്യൂസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് അവിടെ കൂടുതലും വരിക. വൈൽഡ് ലൈഫ് കോറിഡോർസ് ഉണ്ട്. ഓക്കെ, ദെൻ അവിടെ നമുക്ക് എന്താണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്താ? അവിടെ ഒരു മിനറൽ റിച്ചാ. ഈ മിനറൽ റിച്ച് ആയിട്ടുള്ള സ്ഥലം സ്വാഭാവികമായിട്ടും എന്താണ് എപ്പോഴും എക്സ്പ്ലോയിറ്റേഷൻസിന് ഇരയായിക്കൊണ്ടിരിക്കും. നോക്കൂ, ലൈം സ്റ്റോണും സാൻഡ് സ്റ്റോൺ, മാർബിൾ, ഗ്രാനൈറ്റ് അതേപോലെയുള്ള സംഗതികൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ഒരുപാടുണ്ട്. മിനറൽസ് വെച്ചാൽ സിങ്ക്, ലെഡ്, കോപ്പർ, ടങ്സ്റ്റൺ, ഗോൾഡ്, ഇതൊക്കെ എന്തുണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു മൈനിങ് മതി അതിൻ്റെ നോർമലായിട്ടുള്ള ആ ഒരു ഇതിൻ്റെ ഡീഗ്രഡേഷൻ സംഭവിക്കാനായിട്ട്. ഓക്കെ, ദെൻ നിലവിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ദാറ്റ് ഈസ് ദ ഷാർപ്പ് fall in ഗ്രൗണ്ട് വാട്ടർ ലെവൽസിലൊക്കെ വളരെ മോശം വരുന്നു. അതായത് ഡൽഹി പോലുള്ള നമ്മുടെ മെട്രോപൊളിറ്റൻ NCR റീജിയനിലൊക്കെ പൊല്യൂഷനും ഗ്രൗണ്ട് വാട്ടർ ഡിക്ലൈനിങ്ങും ഒക്കെ ഒരു പ്രശ്നമാണ്. ദെൻ സിലിക്ക ഡസ്റ്റ് വരുന്നു. ദെൻ റെസ്പിറേറ്ററി ഇഷ്യൂസിന് അത് കാരണമാകുന്നു. ദെൻ ഫ്രാഗ്മെന്റേഷൻ വരുന്നു. ലോസ് ഓഫ് നാച്ചുറൽ ഡ്രെയിനേജ്, അർബൻ ഫ്ലഡിങ് കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാ സിറ്റീസിലും നടക്കുന്ന പ്രശ്നങ്ങൾ, അത് ഇവിടെയും നടക്കുന്നു. അത് പക്ഷേ എന്നുവരും നമുക്ക് സിമ്പിളായിട്ട് തള്ളിക്കളയാനൊന്നും പാടില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രോബ്ലം, ഇറ്റ്സ് എ ബിഗർ പ്രോബ്ലം. നമ്മൾ അതിനെ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. സോ എന്താണ് നമ്മളുടെ ഒരു എൻവയോൺമെന്റൽ റെസ്ട്രിക്ഷൻസ് ഓൺ മൈനിങ് എക്സിസ്റ്റിംഗ് early 1990s ബട്ട് poorly enforced. ബട്ട് ലോസ് ഉണ്ട്, ലെജിസ്ലേഷൻസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. ഓക്കെ, ദെൻ ഇപ്പോഴുള്ള സുപ്രീം കോർട്ട് എന്താ ചെയ്തിട്ടുണ്ട്? മൈനിങ് ബാൻ ചെയ്തിട്ടുണ്ട് ഹരിയാനയിൽ, ഹരിയാന അരാവലീസിൽ ഒരു 2009 മുതൽ. ഓക്കെ, ദെൻ ഇൻ May 2024 ഓർഡർ വന്നിരുന്നു ടു പ്രൊഹിബിറ്റ് ഫ്രഷ് ലീസസ് ആൻഡ് റിന്യൂവൽസ് അക്രോസ് അരാവലി റേഞ്ച്. അതായത് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കട്ടെ, ഇനി ഒരു റിന്യൂവൽസ് ചെയ്യാൻ പാടില്ല, റിന്യൂവൽ ചെയ്യരുത് ലീസസിൻ്റെ. ഓക്കെ, ദെൻ ഈ ഒരു പ്രശ്നം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ UNCCD കുറിച്ച് പറയണം. ഓക്കെ, ഡെസർട്ടിഫിക്കേഷനെ കോമ്പാക്ട് ചെയ്യുക എന്നുള്ള ഒരു ആക്ടോട് ഒരു ഇന്റൻഷനോടുകൂടി വർക്ക് ചെയ്യുന്നൊരു ഈ പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷനാണ് UNCCD. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെയാണ് അരാവലീസ് വരുന്നത്, ഇവിടെ ഥാർ വരുന്നു. അപ്പോൾ ഈ ഡെസർട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അരാവലീസ് കൗണ്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇത്രയും ഏകദേശം ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം അരാവലി ഗ്രീൻ വാൾ ഇനീഷ്യേറ്റീവ്സ് എന്നുള്ളതാണ്. അതായത് ഒരു 5 കിലോമീറ്ററോളം ഞാൻ പറഞ്ഞ ഫ്രാഗ്മെന്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക അലോയ്സ്. അപ്പോൾ ഈ ഒരു 5 കിലോമീറ്റർ ഈ ഗ്യാപ്പുകളൊക്കെ എന്ത് ചെയ്യണം? വീണ്ടും ഒരു ഗ്രീൻ വാൾ പോലെ നമ്മൾ ഇവിടെയൊക്കെ ചെടി സംഭവിച്ചു. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡെസർട്ടിഫിക്കേഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ അരാവലി ഗ്രീൻ വാൾ ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, യെസ്. ദെൻ യെസ്, ഇത് നമ്മൾ ആദ്യം പറയാൻ മറന്നു, വെരി സോറി. ഫോൾഡ് മൗണ്ടൻസ് ആണ് അരാവലീസ്. ഓക്കെ, അരാവലീസ് ആർ ഫോൾഡ് മൗണ്ടൻ, ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ് ആണ് എന്ത്? അരാവലീസ്. ഓക്കെ, യെസ്. ഓക്കെ, സോ യാ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്മളുടെ ടെലഗ്രാം ചാനലിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വായിക്കുക. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല സ്ട്രക്ചേർഡ് ആക്കി
നല്ല രീതിയിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, എന്നുള്ള ആഗ്രഹം ഉണ്ട് നിങ്ങൾക്കെങ്കിൽ, ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അനന്ത IAS അക്കാഡമിയിൽ ഒരു അഡ്മിഷൻ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ നമ്പറിലേക്ക് വിളിക്കുക. നമ്മളുടെ അഡ്മിഷൻ പ്രോസസ്സ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾക്ക് 2027 ബാച്ചും 2026 ബാച്ചും ഉണ്ട്. നിങ്ങൾക്ക് ഏത് ബാച്ചിലേക്കാണോ ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഫുൾ മെന്റർഷിപ്പ് സപ്പോർട്ട് നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ യെസ്, താങ്ക് യു. ഓക്കെ.